കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടങ്ങളത്തിൽ ആവേശത്തിന്റെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനേ ഇവാൻകുട്ടൻ്റെ എന്നാ പറയാ സ്വെറ്റർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന എവിടെ അറിയാവോ, നമ്മുടെ പാലക്കുഴി ഫെസ്റ്റിന് വന്നിരിക്കുകയാണ്. പാലക്കുഴി ഫെസ്റ്റിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഇപ്പം സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. 9:30 ആയിട്ടുണ്ട്. പാലക്കുഴി ഫെസ്റ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായി പോകുന്നത്. അപ്പം ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ചെറിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. അപ്പം ചിലപ്പോൾ ഇച്ചിരി നീളം ഉണ്ടാകും. എന്തെങ്കിലും നീളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കമോൺ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, ഈർക്കിൽ ശില്പ പ്രദർശനം. സംഭവം കൊള്ളാലോ. ഇവിടെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒത്തിരി സോപ്പുകളും സംഭവങ്ങളും ഇതൊക്കെ. ചെറുകടികള് ഇതെന്നാ ഇവിടെ അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിനകത്താണെന്ന് തോന്നുന്നു ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങള്. ഇവിടെ ഫുഡിന്റെ ഒക്കെ കോർണറാണ്. ഫുഡ് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. യെസ് ലൈവ് ഫുഡ്. ഇത് സംഭവം പൊളിയാണല്ലോ. ലൈവായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാള് ബിരിയാണി കച്ചവടത്തിന് വന്നിരിക്കുകയാണ്. ഒരാള് ഇവിടെ നമ്മുടെ ആന്റി അമ്മച്ചിയുടെ ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി. ഇവിടെ ഇവാൻകുട്ടനുണ്ട്. അപ്പം ഇപ്പം നമുക്കതിന് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ വടംവലി മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലം വലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീമുകളൊക്കെ ഇവിടെ ഉണ്ട്. ആശയ കുടുംബശ്രീ പാലക്കുഴി, ഏഞ്ചൽ ഫുഡ് പ്രോഡക്ട്സ്. അപ്പം നമ്മുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങള്, ശില്പ സംഭവങ്ങളെല്ലാം കാണാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ പെട്ടല്ലോ. ഓക്കെ, ഇവിടെ നിന്നാട്ടോ. എന്റെ മോനെ അടിപൊളി. ഇത് കണ്ടോ, ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ ടൈറ്റാനിക് ആണ് കേട്ടോ. ഇത് സൂപ്പർ അടിപൊളിയായിട്ടില്ലേ. ഞാനൊരു ഫോട്ടോ കൂടെ എടുത്തു. ഇനി അടുത്തതന്നെ മോനെ ബുർജ് ഇതേത്, കുത്തബ് മിനാർ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഈർക്കിലി കൊണ്ടാണ്. ഇത് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ കുത്തബ് മിനാർ. സൂപ്പർ അടിപൊളിയുണ്ടല്ലേ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എന്റെ മോൻ ഇത് സൂപ്പർ ആണല്ലോടാ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടിപൊളിയുണ്ടല്ലേ. സംഭവം പൊളി. അടുത്തതാണ് മക്കളെ, ഇതാരാ നോക്കിയേ, ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ ഡൈനോസർ. ഓ ഇവാൻകുട്ടാ, എങ്ങനെയുണ്ട് ഡൈനോസർ? സൂപ്പർ ഉണ്ടോ ഡൈനോസർ? വാ എന്ന് പറഞ്ഞു. വാ ഡൈനോസർ കണ്ടോ? ഡൈനോസറിനെ കണ്ടോ? ഓ ഇനി അടുത്ത സംഭവം കണ്ടത്. ഇതെന്നാ, ഡാൻസിങ് ഡോൾ. എവിടെ? അതെങ്ങനെയാ പറയാ, ഒന്ന് പറഞ്ഞ്. തത്തിനത്ത അങ്ങോട്ട് തിരിച്ചു നിൽക്കുന്ന ഒരാള് ആരാണ്? പിന്നല്ല, ഇത് ആ നിൽക്കുന്ന ആള് തത്തിനത്ത. എന്നാ പേര്? നർത്തകിയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതാണ്, ഇത് നമ്മുടെ ഗാന്ധിജി അല്ലേ, മരത്തിൽ കൊത്തിയതാന്ന് കേട്ടോ. വാവ് സൂപ്പർ ആയിട്ടല്ലേ. ക്രൂശ് ചുമക്കുന്നതല്ലേ ജിതിയത്. സൂപ്പർ ആയിട്ട് കേട്ടോ. ഇത് വരച്ചത് സൂപ്പർ. താജ്മഹൽ അല്ലേ. ഇതൊറ്റ തടിയാണ് സംഭവം. എന്നാന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ താജ്മഹലാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കിയേ എന്ത് ഭംഗിയല്ലേ. ശരിക്കും ഇത് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും സംഭവം ചെയ്യാനായിട്ട്. നോക്കി ഓരോരോ സംഭവങ്ങളും നമുക്ക് ഓരോന്നും ഇതിൽ കാണാനായിട്ട് പറ്റും. നോക്കി ചൂലുണ്ടാക്കിയാനെ, ഈർക്കിലിട്ടി അപ്പ ചൂലുണ്ടാക്കും അല്ലമ്മേ, അല്ലേ? അതെ, കൊതുകിനെ തല്ലാൻ പിള്ളേർ നമുക്ക് വടി കൊണ്ട്
ഓരോരോ എന്താ പറയാ ചുമ്മാ ഓരോരോ പരിപാടികൾ ചെയ്യും. പക്ഷെ ഈർക്കിലിയും കൊണ്ട് അടിപൊളിയായിട്ടൊരു താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. വാ 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 സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ടത്? അടുത്തത് ഈർക്കിലി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഗിസ പിരമിഡ് ആൻഡ് ഫിനിക്സ്. സൂപ്പർ. ഇനി ഓരോ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതെല്ലാം ഓരോരോ കലാവിരുതാണ്. കലാവിരുത് ഇങ്ങനെ മരത്തടി കൊണ്ടിട്ട് അമ്പാടി എന്തോ സൂപ്പർ. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോ കുഞ്ഞുങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയതാട്ടോ. എല്ലാ സംഭവം പിടിയില്ല. വാ, ഇത് നമ്മുടെ പഴയ പറ, പിന്നെ ഇസ്തിരിപ്പെട്ടി, മറ്റേ ചെമ്പിന്റെ ഗ്ലാസ്, പിന്നെ റാന്തല്, പിന്നെ റാന്തലിന് മറ്റേ പുതിയ മറ്റേ കല്യാണ വീട്ടിലൊക്കെ പെട്രോൾ മാക്സ്. ഇത് തിരി. ഇത് നമ്മുടെ നടരാജ വിഗ്രഹം, നമ്മുടെ സോഡ, ഗോലി സോഡ. പിന്നെ ഇതാണോ മറ്റേ കുപ്പി? വിളക്ക് അത് മറ്റേ അമ്പലത്തിലൊക്കെ വെക്കുന്നത് തിരികെ എത്തിക്കുന്നത്. ഇത് മറ്റേ ചെമ്പിന്റെ എന്താ പറയാ, മൊന്ത. നമ്മളെ മൊന്ത എന്ന് പറയുന്നത്. ഇത് ത്രാസ്. ഇത് എന്നാണോ പോലെ ത്രാസിന്റെ വേറൊരു സാധനം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കുട്ടികളെ കളിക്കാനുള്ള സാധനങ്ങളാണ്. മൺചട്ടി. എങ്ങനെയുണ്ട് പഴയ സാധനങ്ങള്? മൺചട്ടി, മൺ ഗ്ലാസ്, ഹീറോ പെന്ന്, ഇത് പഴയ വാച്ച്, ഗ്ലാസ്സുകളെല്ലാം. ഇത് നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ? എന്റെ മോനെ, ഇത് അടിപൊളിയാണല്ലോ. കോയിൻസിന്റെ കളക്ഷൻസ് ആട്ടോ ഇത് മുഴുവൻ. പലതരം ചെറിയ കോയിൻ മുതല് പഴയ കോയിൻ മുതല് 10 പൈസയുടെ കോയിൻ കണ്ടതോ, 10 പൈസയുടെ കോയിൻ. പിന്നെ അതിലും താഴെ ഉണ്ട്. ഇതെല്ലാം ദിറംസ് ആണ്. ദിറംസ്, 1 ദിർഹംസിന്റെ ഒക്കെ കോയിൻസ്. അത് പഴയ സ്റ്റോക്ക് ആട്ടോ ഇത്. നോക്കിയേ, ഘടികാരം. വാ, സൂപ്പർ. നോക്കി എത്ര കോയിൻ നോക്കി. 10 പൈസയുടെ കോയിൻ, 20 പൈസയുടെ കോയിൻ. ഇതൊക്കെ ഒത്തിരി. എന്റെ മോനെ, നല്ല കളക്ഷൻ അല്ലത്. നോക്കി ഓരോ വീട്ടില് സൂക്ഷിക്കുന്ന അല്ലെ. 1 രൂപയുടെ കോയിനൊക്കെ, പഴയ കോയിൻ നോക്കി. ഇത് കാണുന്നുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ഓട്ടക്കാലനാന്ന് പറഞ്ഞ ഈ സാധനമാണത്. ഇതിൽ ഓട്ടക്കാലന അതല്ലല്ലോ. ഓട്ടക്കാലന ഇസ്രായേലിയ. ഇത് ഏതൊക്കെ കോയിൻസ് ഒന്നും അറിയത്തില്ല. പക്ഷെ അടിപൊളി കളക്ഷൻ, കുറെ കളക്ഷൻസ് ഉണ്ട്. ഇതൊരു 1.5 കൊല. ഇത് നമ്മുടെ മറ്റേ സലൂദ് ഏതാണ്? റോബസ്റ്റ് അല്ലേ? റോബസ്റ്റയുടെ ഏകദേശം എത്ര വലുപ്പമുണ്ടെന്ന് നോക്കിയേ. ഏകദേശം 4 അടി ഉണ്ടാവില്ലേ? 4 അടിയോളം ഉള്ള റോബസ്റ്റിന്റെ ഇത്. ചേന നോക്ക്. എന്റെ മോനെ, ചേന, പലതരം വിത്തുകൾ, പല മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാച്ചിലിന്റെ വലുപ്പം കണ്ടോ? ഇത് കാച്ചിലല്ലേ? ഇതും കാച്ചിലല്ലേ? കാച്ചിൽ വെള്ളക്കാച്ചിലാണ്. അതെല്ലാം വയൽ കാച്ചിലും ഉണ്ട്. ചേന കണ്ടോ? ഇഞ്ചി, മഞ്ഞളല്ല, ഇത് മഞ്ഞളാണോ? കാന്താരി. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ. സൂപ്പർ, അടിപൊളിയാണല്ലോ. അപ്പൊ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഈ കപ്പുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അടുത്ത വടംവലിക്കുള്ള സംഭവങ്ങള്. സുഖല്ലേ? ചില ടീമുകളെ ജയിച്ച ടീമുകളും എന്നാ തോറ്റ ടീമുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയായി എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയും അവരുടെ ബാക്കിയുള്ള ഗെയിമുകളെല്ലാം കൊണ്ട് ഏകദേശം 40 ടീമാണ് ഉള്ളത്. ശരിക്കും നല്ല അടിപൊളിയാട്ടോ. നല്ല 40 ടീമെന്ന് പറഞ്ഞ എന്നാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും. അതിൽ ചെന്നാൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പാലക്കുഴി ഫെസ്റ്റിൽ നടക്കുന്ന മത്സരങ്ങളുടെ
കപ്പുകളാട്ടോ ഇരിക്കുന്നത്. വലുത് സംഭവം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പ്രൈസിനുള്ളത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഏകദേശം 3 ദിവസത്തെ പരിപാടിയാണ്. ഓരോ ടീമുകളും ഓരോ സ്ഥലത്തും ഇവിടെ മത്സരം തകൃതിയായി നടക്കുന്നു. അപ്പം അവിടുത്തെ സംഭവങ്ങളൊക്കെ ഏകദേശം തീർത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കാം. അടിപൊളി ബിരിയാണി ഉണ്ട്. ബിരിയാണി ബിരിയാണി കഴിച്ചിട്ട് കാണാം. ബിരിയാണി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കഴിച്ച് നമ്മള് നാല് ബിരിയാണി മേടിച്ചിട്ടുണ്ടേ. 4 ഉണ്ട്. എല്ലാരും വരുന്നു. ഇവാൻകുട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ 4 ബിരിയാണി ഞങ്ങൾ എല്ലാരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ നോക്കുന്നു. വെട്ടിത്തുറക്കാൻ ലക്ഷ്യം വയ്ക്കുന്നു പാപ്പനം പിള്ളേരും. അലീഷ ആൻഡ് അലീരയുടെ പോരാളികൾ കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടകളത്തിന്റെ അവസാന വരിയിലേക്ക് വീണ്ടും സുൽത്താൻ മാട്ടുമലിയുടെ വിസിൽനാദത്തിന് കാതോർത്തുകൊണ്ട് യുവതാര ധോണിപ്പാലം എന്നാൽ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കഴിഞ്ഞ വർഷത്തിന്റെ ചാമ്പ്യന്മാർ പാപ്പനം പിള്ളേരും മാത്തൂർ കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടകളത്തിൽ ആവേശത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് സി ഗ്രൂപ്പിന്റെ ചാമ്പ്യന്മാർ യുവതാര ധോണിപ്പാലം. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞു. കട്ടൻ കാപ്പിയും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇവിടുത്തെ പരിപാടികളൊന്നും തീർന്നിട്ടില്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വന്നതിലിപ്പോ കോൾ അടിച്ചത് ഇദ്ദേഹത്തിനാണ്. കുവൈറ്റ് എന്നുള്ള ഒരു ഇതിന്റെ ഇതാണല്ലേ, കുവൈറ്റ് എന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലക്കുഴി ഫെസ്റ്റ് അടിപൊളിയാണ്. ഈ വർഷത്തെ സൂപ്പറായി. ഇപ്പോഴും പ്രോഗ്രാം തീർന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ സമയം 10 കഴിഞ്ഞപ്പം 10:35 ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ. ടാറ്റ എടുത്തേക്ക്.